ഇതാണ് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കിക്കഴിഞ്ഞ് ഇങ്ങനെ സ്പ്രേ ഞാൻ ട്രൈ ചെയ്യാനുള്ള ഒരു റീസണും തേർഡും ഞാൻ ട്രൈ ചെയ്തു. അതിലെനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് ഈ ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. ഞാൻ അത് തന്നെ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള എന്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ, അതിന് ശേഷമുള്ള ബിഫോർ ആൻഡ് ആഫ്റ്ററും, അതുപോലെ അതിന്റെ റിവ്യൂ എല്ലാ കാര്യങ്ങളും. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ടിപ്സോ അല്ലെങ്കിൽ ഹെയർ നല്ല രീതിക്ക് നോക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമുള്ള എന്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് പറഞ്ഞ പോലെ നല്ല രീതിക്ക് വൈറലായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ ആണ്. അപ്പോൾ ഈ റോസ്മേരി വാട്ടർ സ്പ്രേ ഞാനൊരു 3-4 മാസം എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മുടി എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്തിരുന്നു. അപ്പൊ യൂസ് ചെയ്തതിന് ശേഷമുള്ള ബിഫോർ ആൻഡ് ആഫ്റ്ററും, അതുപോലെ അതിന്റെ റിവ്യൂ എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ പ്രൊഡക്റ്റ് കാണിച്ചിടാം. ഇതാണ് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ സ്പ്രേ. ഇത് 100 ml ഒരു ബോട്ടിലാണ്. ഇതിന്റെ റേറ്റ് 225 ആണ് MRP. പക്ഷെ എനിക്കിത് ഓഫറിൽ 199 ആ ഒരു റേറ്റാണ് കിട്ടിയത്. ഞാൻ അത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിക്ക് ഹെയറിന് വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ ഇതിൽ സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് റോസ്മേരി എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഉണ്ട്. അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആൽപ്സ് ഗുഡ്നെസിന്റെ ഈ ഒരു റോസ്മേരി വാട്ടർ സ്പ്രേ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ആ ഒരു രീതി തന്നെയാണ്. അതായത് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിൽ അവരൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കിക്കഴിഞ്ഞ് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇതാണ് ഈ ഒരു ബോട്ടിലിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിക്ക് വൈറലായിട്ട് നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും നല്ല രീതിക്കുള്ള റിവ്യൂ ആണ് ഇതിന് പറയുന്നത്. നല്ല രീതിക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നതും പർച്ചേസ് ചെയ്യുന്നതും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാനൊരു 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ്ലി യൂസ് ചെയ്തു. ഈ ഒരു ബോട്ടിൽ തന്നെ ഇവർ പറയുന്നുണ്ട് വീക്ക്ലി ട്വൈസ് ആണ് മാക്സിമം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പറയുന്നത് ഡെയിലി യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്താൽ നല്ലതാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാനും ഇതേപോലെ ഡെയിലിയാണ് യൂസ് ചെയ്തത്. ഈ 3 മെത്തേഡും ഞാൻ ട്രൈ ചെയ്തു. അതിലെനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് ഈ ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഫോളോ ചെയ്തു. ലീവിനായിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നുണ്ട്. ആ ഒരു മെത്തേഡിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒബ്വിയസ്ലി ഇതിനകത്ത് റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഡേർട്ട് അട്രാക്ട് ചെയ്യും. ഒബ്വിയസ്ലി ഓയിൽ ഡേർട്ട് അട്രാക്ട് ചെയ്യും. നമ്മളിത് സ്പ്രേ ചെയ്ത് പോകുകയാണെങ്കിൽ ഡേർട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ വന്ന് ബിൽട്ടായിട്ട് കിടക്കും. അത് നമ്മുടെ ഹെയറിന് നല്ല രീതിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് തരുന്നത്. അങ്ങനെ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇനി പറയാം. ഞാനപ്പോൾ ഓവർനൈറ്റ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ എനിക്ക് തലവേദനയോ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലാണ്. തലയ്ക്കൊരു പെരുവരിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു. തലയിൽ എന്തോ ഉണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സിന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നീരിറക്കം, തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഡാൻഡ്രഫ് വന്നു, നല്ല രീതിക്ക് ഹെയർ ഫോളും വന്നു. പിന്നെ എന്റെ ഹെയറും സ്കാൽപ്പും നല്ല രീതിക്ക് ഡ്രൈ ആയി. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 1 week ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതെ നോക്കി. അങ്ങനെ യൂസ് ചെയ്യാതെ നോക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റിന്റെയാണ് പ്രശ്നം. കാരണം യൂസ് ചെയ്യാതെ വന്നപ്പോൾ ഡാൻഡ്രഫ് കുറഞ്ഞു, ഡ്രൈനെസ് കുറഞ്ഞു, ഹെയർ ഫോൾ കുറഞ്ഞു, അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു പ്രൊഡക്റ്റിന്റെയാണ്. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ഒരു 1 month പിന്നെ ഞാൻ യൂസ് ചെയ്തു. അപ്പോ അങ്ങനെ യൂസ് ചെയ്തപ്പോൾ ഞാൻ കൺഫേം ചെയ്തു ഇത് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല, എന്റെ ഹെയറിന് ഇത് പറ്റുന്നില്ല. അപ്പൊ ഹെയർ ഒക്കെ നല്ല രീതിക്ക് പൊട്ടിപ്പോയി, ഒരുപാട് സ്പ്ലിറ്റ് എൻഡ്സ് വന്നു, ഹെയർ ഫോൾ കൂടി,
എനിക്ക് നേരത്തെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ ഡാൻഡ്രഫും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഡാൻഡ്രഫ് വന്നു. ആദ്യം ഞാൻ ഡ്രൈ സ്കാൽപ്പ് ആവുന്ന വിചാരിച്ചത്, കാരണം ഈ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി സ്കാൽപ്പായാലും ഹെയർ ആയാലും ഡ്രൈ ആവും. ഇത് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഡ്രൈ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് സ്കാൽപ്പ് ഡ്രൈ ആയതായിരിക്കും എന്നാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഡാൻഡ്രഫ് ആണ്, കാരണം നല്ല രീതിക്ക് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഷാംപൂ സെപ്പറേറ്റ് വാങ്ങി യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഞാനിത് നിർത്തുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിക്കുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്. ഞാനൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പ്രൊഡക്റ്റിൽ. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെയുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്കിന്നും അതായത് സ്കാൽപ്പും ഹെയർ ഒക്കെ ഡ്രൈ ആയി പൊട്ടിപ്പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഒരു റിസൾട്ടും തന്നിട്ടില്ല, ബാഡ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്. മുടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇനി വാങ്ങി യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും എൻ്റെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും ആണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇനി മുടി നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണം, ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവര്, മുടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണം എന്ന് നോക്കിയിരിക്കുന്നവർ, വാങ്ങണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ അല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും സ്യൂട്ടബിൾ ആവണമെന്നില്ല. അതുപോലെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ അല്ല. ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എന്തായാലും സ്യൂട്ടബിൾ ആയിട്ടില്ല. ഇത്രയുമാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.